വെൽക്കം ബാക്ക് ടു ക്രിസാൻ ഡയറി. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയ വോളണ്ടിയറിങ് ഇവന്റിന് വന്നേക്കുവാണ്. വിക്ലോ നാഷണൽ പാർക്കിലാണ്. ഒരു മൗണ്ടൻ റേഞ്ചസിൽ നമ്മൾ പെറ്റ് ലാൻഡ് റിസ്റ്റോറേഷൻ, അതായത് കുറേ മണ്ണൊക്കെ ഒലിച്ച് നശിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മളത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുത്തെ NPWS റേഞ്ചേഴ്സിൻ്റെ കൂടെയാണ് പോകുന്നത്. നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് എന്നാണ് NPWSൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിൻ്റെ വോളണ്ടിയറിങ് പരിപാടിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റീവൈൽഡ് വിക്ലോ എന്ന് പറഞ്ഞ ഒരു വോളണ്ടിയറിങ് ഗ്രൂപ്പുണ്ട്, ഒരു NGO. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു ഇവൻ്റാണ്. ഔട്ട്ഡോറിൽ എൻജോയ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയൊരു ഇവൻ്റ്. അപ്പോൾ ഞാൻ ആ വീഡിയോസ് കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഇങ്ങനെയൊക്കെ ഒരു പരിപാടിക്ക് മുമ്പ് ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ പോകാൻ പറ്റും കേട്ടോ. എന്നാ വ്യൂ ആണെന്നിരിക്കെ. ഇതൊക്കെ വിക്ലോ നാഷണൽ പാർക്കിൽ പെടുന്ന, വിക്ലോ മൗണ്ടൻസിൽ പെടുന്ന സ്ഥലങ്ങളാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ രസം വന്നേക്ക്. സമ്മർ ആയതുകൊണ്ട്, സമ്മർ തുടങ്ങിയത് കൊണ്ട് നല്ല വെയിലുണ്ട്. അപ്പം ഫുള്ള് കളർഫുൾ കാണാം. സ്പ്രിങ് ഏകദേശം കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പം പൂക്കളും കാണാം. ഇത് മഞ്ഞപ്പൂക്കളാണ് എപ്പോഴും ഹൈലൈറ്റ്. ഞാൻ പോയ വഴിക്ക് മൗണ്ടൻ റെസ്ക്യൂ ടീമിൻ്റെ വാൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ മലയുടെ മുകളിൽ ആരോ പെട്ടുപോയെന്നാണ് അവിടുത്തെ റേഞ്ചർമാർ പറഞ്ഞത്. അപ്പം നമ്മൾ ഇതുപോലെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇവരാണ് വന്ന് രക്ഷിക്കുക. No, they can deal with a bit of that and get home safely. So yeah, we're literally on the watershed there of the Glenismore Valley. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് നടത്തുന്നുണ്ട് കേട്ടോ. നടന്ന് നമ്മൾ സൈറ്റിൽ ചെല്ലണം. ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് കിടക്കുന്നത്. അപ്പോൾ ഒരു ഹൈക്കിങ്ങും ആവും. അതിൻ്റെ മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. Please let me know. Because there's always a chance that would be the other thing that would happen on the sunny days. You know, the downside is the sunshine in our job as well. നമ്മളൊരു വുഡ്ലാൻഡിൽ കയറി. നല്ല രസമുണ്ട് കേട്ടോ. വീടൊക്കെ വ്യൂ. നമ്മളൊരു കുന്നിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ്. സംഭവം ഞാൻ മടുത്ത്, എന്നാലും വ്യൂ കൊള്ളാം കേട്ടോ. കാണിച്ചു തരാം. അധികം മരങ്ങളൊന്നുമില്ല. താഴെയുള്ളത് സിക്ക ബ്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു മരമാണ്. സിക്ക ബ്രൂസ്. ഇതാണ് വിക്ലോ മൗണ്ടൻ റേഞ്ചസ് ആട്ടോ. That's what we got. We're never going to get back to this, but we can definitely revegetate it, so it'll be a different shape, and we can re-wet it. So there's 3 gullies that we picked for the stone dams, and there's multiple gullies. And what we're going to do is we're going to pick a spot. Actually, where's a good spot for lunch? Actually, Rory, from your experience. Here with slow, good work, done fast, and we get loads done. But actually, you know, because everything we do has to be. Well, I can live with mistakes because. ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഫുള്ള് ചെളിയാണ്. മടുത്തിരിക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പുറകില്ല ചെറിയ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇതുപോലെയാണ് ഇത് നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ നാര കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇവർ സൂയിസ് കനാൽ വഴി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഇവരിങ്ങനെ കുറുങ്ങനെ എങ്ങനെ വെക്കും. അത് വെള്ളം നല്ലോണം അബ്സോർവ് ചെയ്യുന്നത്, വെള്ളം ഒഴുക്കുണ്ടാകും, പക്ഷേ മണ്ണ് അവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതുപോലെ മണ്ണ് കുറേ ഇതുണ്ടായി, തിട്ടയൊക്കെ ഇടിഞ്ഞ്
നല്ല രീതിയിൽ മലമുകളിൽ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരിത് തടയാൻ വേണ്ടിയാണ്, ഇത് ഗവൺമെൻറ്റിൻ്റെ സിവിൽ സർവൻസ് ആണ്, NPWS റേഞ്ചേഴ്സൊക്കെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ വോളണ്ടിയേഴ്സിനെയൊക്കെ കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഒരുപാട് പേര് വേണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ ഇതുപോലെ ഫെൻസുകൾ കെട്ടും. ഫെൻസുകൾ കെട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് മാനോ മനുഷ്യരോ ഒന്നും കയറില്ല, സ്റ്റക്കാവില്ല. അതുകൊണ്ട് പിന്നെ അത് നല്ലോണം റീസ്റ്റോർ ആകും. അതാണ് ശരിക്കും ആക്ച്വൽ പണി ഇവിടെ. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകണം, ഞാനും തിരിച്ചു പോകും. എന്താ ഫുള്ളും മണ്ണാട്ടം ഇവിടെ. ഷൂവൊക്കെ ചെളിയിൽ താന്നു പോയി. ഞാൻ 2 പ്രാവശ്യം ചെളിയിൽ സ്റ്റക്കായി പോയി. എന്നിട്ട് 2 പേര് വന്ന് വലിച്ചെടുക്കേണ്ടി വന്നു എന്നെ. മല ഇറങ്ങാൻ ഭയങ്കര സുഖം കേട്ടോ. കയറാനോട്ട് പറഞ്ഞായിരുന്നു. കുറേ നാൾ കൂടി ഇതിൻ്റെ മേളിൽ കയറിപ്പം ഭയങ്കരമായിട്ട് ടയേർഡായി. പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പണി തീർത്ത് എല്ലാവരും തിരിച്ചു പോകണം. കുറച്ച് 1-2 മിനിറ്റ് വേണം. വഴികളൊക്കെ നല്ല രസം കേട്ടോ. ചെറിയ വാട്ടർഫോളും മരങ്ങളും. നമ്മുടെ റേഞ്ചർമാരുടെ വണ്ടികളാട്ടോ ഇത്. അങ്ങനെ നമ്മൾ തിരിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ വന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വോളണ്ടിയറിങ് വർക്കിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള വോളണ്ടിയറിങ് പരിപാടിക്കൊക്കെ പോയിട്ട്, അതായത് വോളണ്ടിയർ അയർലൻഡ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളും വോളണ്ടിയറിങ്, അതായത് ശമ്പളം ഉണ്ടാവില്ല, പക്ഷേ വോളണ്ടിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് സ്റ്റിൽ CV-യിൽ ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽഡിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീക്കെൻഡ്സിൽ ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് വോളണ്ടിയറിങ് ആയിട്ട് ചെയ്യുമ്പോൾ, അത് പബ്ലിക് സെർവൻ്റ് ആയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അയർലൻഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വോളണ്ടിയറിങ് അയർലൻഡ് ഉണ്ട്, കമ്മ്യൂണിറ്റി വോളണ്ടിയറിങ് സെൻറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പോയി വോളണ്ടിയർ ചെയ്യാം. അപ്പം അതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പ്രോഗ്രാം നടക്കാറുണ്ട്. അപ്പം വലിയ വർക്കാണെങ്കിൽ വോളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് അവരിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾക്ക് പോയി ഇവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതുപോലുള്ള ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയൊക്കെ റീസ്റ്റോർ ചെയ്യുന്നതും വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ നേച്ചറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതുള്ള കുറച്ച് പേരേ ഉള്ളൂ വോളണ്ടിയറിങ് വർക്കിന് ചെയ്യാൻ. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. എല്ലാവർക്കും ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ സ്ഥലങ്ങളോ ടോപ്പിക്കോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഫ്രം ക്രിസ് ആൻഡ് ഡയറി.